ഓക്കെ. നമസ്കാരം ഷാജി പാണ്ഡ്യാല. നമസ്കാരം. ഇപ്പോ പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്ന് പറയുന്നത് മന്ത്രിസഭയിലെ വീണ ജോർജ് ആണ്. വീണ ജോർജിനെ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിക്കേറ്റു എന്ന് പറഞ്ഞ് ഒരു കഥയുണ്ടാക്കിയ ശേഷം പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ പറന്നെത്തി പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് കാണുകയുണ്ടായി. അന്ന് കണ്ണൂരാകെ കത്തിച്ചു. എം വി ജയരാജൻ പറഞ്ഞ ഗോവിന്ദനും ഒക്കെ പറഞ്ഞ് അവരെ ആക്രമിച്ചു, അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവർ തന്നെ സത്യം പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നും തള്ളു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മൊഴി കൊടുത്തിരിക്കുകയാണ്. നേരത്തെ 5 KSU വിദ്യാർത്ഥികളെ KSU ജില്ലാ പ്രസിഡന്റ് അടക്കം, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതുലിനെ അടക്കം 16 ദിവസമാണ് ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്. വധശ്രമത്തിലാണ് കേസ് കൊടുത്തത്. അതെ, ആയുധം ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. അവര് ഭയങ്കര സീരിയസ് അവസ്ഥയിലാണെന്നും ICUലാണെന്നും കൂടി പറയുണ്ടായിരുന്നു. ബുള്ളറ്റിന് അടക്കണ്ടായിരുന്നു. അപ്പൊ ഈ സന്ദർഭത്തിൽ ഇതിനെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിനകത്തൊരു വളരെ വിചിത്രമായ സംഭവം എന്താന്ന് പറഞ്ഞാല്, ഒരു അധികാരം നിങ്ങൾക്ക് പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ അഭിനയിച്ചിരിക്കുന്ന ഒരു അഭിനയം പിന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഭയം നിങ്ങളെ പിടികൂടുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ സത്യസന്ധമായിരിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുക എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എത്തിച്ചേരും. പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വാസിയാണ് എങ്കിൽ, നല്ല വിശ്വാസിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരേണ്ടി വരും. അങ്ങനെ എത്തിച്ചേരുന്ന വളരെ വളരെ ഗംഭീരമായ ഒരു അധ്യായമാണ് വീണ ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനു മുൻപ് ഇത്രമേൽ അഹമ്മതിയും ഇത്രമേൽ അധാർമികതയും ഇത്രമേൽ അഹങ്കാരവും ഇത്രമേൽ അന്ധബോധ്യങ്ങളും പ്രയോഗിച്ചിരിക്കുന്ന ഒരു മന്ത്രിയും ഒരുപക്ഷെ ഈ കേരളത്തിൽ ഈ വിജയൻ മന്ത്രിസഭയ്ക്കകത്ത് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ 2 വിഷയമാണ്. ഒന്ന്, ഈ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും നിഷ്ഠൂരനും ദുഷ്ടനും നീചനുമായ ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്കകത്ത് അയാളുടെ സർവ്വ വിവരക്കേടുകളും അഴിഞ്ഞാടാനുള്ള മറ്റൊരാളായി ചെസ് ബോർഡിനകത്ത് കരുക്കളിനകത്ത് വെക്കാനൊരു പോൺ മാത്രമായി സത്യത്തിൽ ഈ വീണ ജോർജിനെ ഇയാൾ ഉപയോഗിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അത് അത്തരം ഒരു കരു മാത്രമായി കാണുകയായിരുന്നു. ഇത്തരം ഒരു കരുവായി കണ്ടതോടെ സത്യത്തിൽ ഈ വിജയൻ എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാല് അയാൾക്ക് പ്രാഥമികമായ അറിവില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. അറിവ് എന്ന് പറയുന്നത് മറ്റൊരു നമ്മളെ പറയാ ജ്ഞാനസിദ്ധി എന്ന് പറയുന്ന സാധനമുണ്ട് മനുഷ്യന് കിട്ടേണ്ടത്. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത ഒരാളാണ് അയാൾ. അങ്ങേയറ്റം അന്ധബോധ്യങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ജീവിക്കുന്ന ഒരാളാണ് അയാൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നീതിയും പ്രതീക്ഷിക്കാനില്ല. പക്ഷെ അനീതി മാത്രം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതുപോലെ ആക്കി തീർക്കാൻ ഉപയോഗിക്കാനും പറ്റിയിരിക്കുന്ന ആളായി വാസ്തവത്തിൽ വീണ ജോർജ് പരിണമിക്കപ്പെടുകയായിരുന്നു. ഇങ്ങനെ പരിണമിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഇതിന് മുൻപ് നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ പറഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കുകയും ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാക്കുന്ന കർക്കശത, ഒരു പാർട്ടി കേരളത്തിലേക്ക് ഉണ്ടാക്കുന്ന നിറഞ്ഞ ഉത്തരവാദിത്വം, ഇതെല്ലാം കാണിച്ചാൽ ഏറ്റവും അതിപ്രഗത്ഭയായ ആളായിരുന്നു മരിച്ചുപോയിട്ടുള്ള സഖാവ് ഗൗരിയമ്മ. ഈ ഗൗരിയമ്മയെല്ലാം കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരോട് കാണിക്കുന്ന ചില ധിക്കാരമൊന്നും പറയാ, ചില ഉശിരാർന്ന ചില തീരുമാനങ്ങൾ നിലപാടുകളിലുണ്ടാവും. അത് എടുക്കുന്നത് എന്താ വെച്ചാൽ അവരെക്കാൾ IAS ഉദ്യോഗസ്ഥനേക്കാൾ കൂടുതൽ അറിവും അനുഭവ പരിചയവും എനിക്കുണ്ട് എന്ന് പറയുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ സാധനം പ്രയോഗിക്കുന്നത്. മറുഭാഗത്ത് വരുന്നു നക്സലൈറ്റ് മൂവ്മെന്റിന്റെ ഭാഗമായി വന്നിട്ടുള്ള സഖാവ് K അജിത, കഴിഞ്ഞ തവണത്തെ അപ്പുറത്തെ തവണ മന്ത്രിസഭയായിരിക്കുന്ന മേഴ്സിക്കുട്ടിയമ്മ. നമുക്ക് ഇങ്ങനെ വരാവുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പാർട്ടി കേഡർമാരായും അല്ലാതെയും നമ്മൾ പരിചയപ്പെട്ട ഒരുപാട് ആൾക്കാർ. പക്ഷെ ഇതിൽ നിന്നെല്ലാം തന്നെ ഭിന്നമായി ഇത്തരത്തിലാക്കി ഒരു അനുഭവ സമ്പത്തും ഇല്ലാതെ കേവലം ഒരു വിഷ്വൽ മീഡിയക്ക് അകത്ത് നിന്ന് അത്യാവശ്യം സ്ഫുടമായി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുമെന്നുണ്ടായിരിക്കുന്ന ഭാഷാശുദ്ധിയുടെ മേലെ മാത്രം ഒരാൾ മന്ത്രിസഭയിലേക്ക് എത്തുകയും ആ മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്ന ഒരാളുടെ സർവമാന നീചത്തരങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ടൂൾ മാത്രമായി, ഒരു ഫോൺ മാത്രമായി കശക്കിയെറിഞ്ഞ് ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മന്ത്രി. ആ മന്ത്രി അവസാനത്ത് പറയാന്നറിയോ, എന്നെ ഈ തരത്തിലൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു എന്നാണ്. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ എന്ത് മറുപടി പറയും? ഈ കേരളം കണ്ടിരിക്കുന്നത് ഏറ്റവും കൂടെ നുണ പറയുന്നതിനടുത്ത് PhD എടുത്തിരിക്കുന്ന ഒരാളാണ് MV ജയരാജൻ എന്ന് പറഞ്ഞ കണ്ണൂക്കാരൻ. വായി തുറന്നിനോ വിവരക്കേടും വിഡ്ഢിത്തവും കളവും അല്ലാതെ പറയില്ല.
അത് മാത്രമല്ല അത് പറയുന്നത് മൂപ്പരുടെ ധാരണ മൂപ്പർക്ക് വന്നു ഭയങ്കര സംഭവം എന്താ പറയുക പാതാളത്തങ്ങ കണ്ടെത്തി കൊണ്ടുവരുന്നതാണെന്ന് പറയാൻ പടു വിവരക്കേട് പിടിച്ചു. ഇങ്ങനെ വരാവുന്ന കുറെ വിവരക്കേട് ഉണ്ടായിരിക്കുന്ന ആളുകൾ ഈ കേരളീയ പൊതുസമൂഹത്തിൽ പറഞ്ഞതിന്റെ ഫലം എന്തായിരുന്നു? കണ്ണൂർ ജില്ല പൂർണ്ണമായി വന്ന് കത്തുകയാണ് ചെയ്തത്. എത്ര കോൺഗ്രസ് ആഫീസുകളാണ് അടിച്ചു പൊളിച്ചത്, എത്ര ലീഗിന്റെ ആഫീസുകളാണ് അടിച്ചു പൊളിച്ചത്, എത്ര ആളുകളാണ് വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ. എന്തിനായിരുന്നു ഈ സ്ത്രീ ഈ വിഷയം, ഈ മന്ത്രി ഈ വിഷയം ഉണ്ടാക്കി തീർത്തത്? ഒരാളോട് നീതി കാണിക്കാൻ, ഒരാളോട് മാത്രം നീതി കാണിക്കാനാണ്. ആരോടാണത്? ഈ വിജയൻ എന്ന് പറയുന്ന കപ്പിത്താനോട്, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കപ്പിത്താനോട്, കാരണഭൂതനോട് വിധേയത്വം കാണിക്കാനുള്ള അന്ധബോധത്തിന്റെ ഭാഗമായി അതിനകത്ത് മൂപ്പറന്തോ പോളിംഗ് ബ്യൂറോയിലേക്ക് പ്രവേശനം കിട്ടുമെന്നോ ധരിച്ചു പോയിരിക്കുന്ന ഒരു അങ്ങേയറ്റം വിവരദോഷിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ജൽപ്പനമായിരുന്നു വാസ്തവത്തിൽ ഈ 5 കുട്ടികളെ നിങ്ങൾ അറിയേണ്ടത്. അതിനകത്ത് വരുന്ന ഒരു വിഷയം, ഈ 5 കുട്ടികളുടെ പേരിലും കൊലക്കേസിലാണ് കേസെടുത്തത്, അല്ലേ? വധോശ്രമത്തിലാണ് കേസെടുത്തത്. ഈ കേസെടുക്കുമ്പോൾ ഞാൻ പലതവണയായി പറയുന്നതാണ്, ബ്രണ്ണൻ കോളേജിൽ നിന്ന് വിജയൻ പഠിച്ചിരിക്കുന്ന ബ്രണ്ണൻ കോളേജ്, ഇയാൾ പറഞ്ഞ ബ്രണ്ണൻ കോളേജിലെ വലിയ മുത്താൻപതി വടായി വിടുന്നുണ്ടല്ലോ, അവിടെ നിന്ന് നക്സലൈറ്റ് മൂവ്മെന്റിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പോയിരിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾക്കകത്ത് ഒരാൾ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്ന കോറത്ത് ദാസാട്ടൻ മരിച്ചുപോയി. ചൂരൈ ചന്ദ്രമാഷ് ഇപ്പോഴും വളരെ സജീവമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗത്തായിരിക്കുന്ന എന്റെ ഗുരുദാവനം കൂടിയായിട്ടുള്ള സഖാൽ ചൂരൈ ചന്ദ്രമാസ്റ്റർ അന്നത്തെ വിദ്യാർത്ഥിയാണ്. ഡോക്ടർ ഇ ബാലകൃഷ്ണൻ, എണ്ണൂർക്കാവിന്റെ അടുത്ത് താമസിക്കുന്ന ഡോക്ടർ ഇ ബാലകൃഷ്ണൻ പാർസലിസത്തിന് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ ഒരു പയ്യനുണ്ടാക്കുന്ന സഖാൽ കുഞ്ഞികൃഷ്ണൻ. ഇങ്ങനെ വരുന്ന ആളുകളെ ഇവരെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന്. കാരണം അവർ പഠിക്കുന്ന കുട്ടികളാണ്, വിദ്യാർത്ഥികളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. അത് പാർട്ടിയുടെ CPI CPM 2 പാർട്ടികളുടെ പൊതു തീരുമാനമായിരുന്നു കുട്ടികളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന്. കാരണം കുട്ടികൾ നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണത്. ഈ ഒരു വലിയ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്വത്തിന് മേലെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ അതിന് ഒരു ഡിഫൻസ് കമ്മിറ്റി ഉണ്ടാക്കി. ആ ഡിഫൻസ് കമ്മിറ്റിയിൽ ചെയർമാനായി വർക്ക് ചെയ്തത് എന്റെ മൂത്തച്ഛൻ ചെറക്കുരിയിൽ മരിച്ചുപോയിരിക്കുന്ന എന്റെ അച്ഛൻ്റെ ഏട്ടനായിരിക്കുന്ന ഭീമൻ കൃഷ്ണനാണ്. ഈ സംഭവം ഉണ്ടായിരിക്കവേ തന്നെ ഉണ്ടായിരിക്കുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും കൂടി ആയിരിക്കണം എന്ത് ചെയ്തെന്നറിയങ്ങള്. ഈ വിജയൻ എന്ന് പറയുന്ന ഈ മഹാദ്രോഹി എന്ത് ചെയ്തെന്നറിയോ? അലന്റെയും താഹയുടെയും മേലെ എന്ത് ചെയ്ത് NIA കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചത്. ആ 2 കുട്ടികൾ അവിടെ പോയത് ഒരിക്കലും തന്നെ എന്തല്ല ചായ കുടിക്കാൻ പോയതല്ല എന്ന് പറയുന്ന വഷളത്ത സംഘപരിവാറിനെ പോലും മാണിപ്പിക്കുന്ന രീതിയിൽ 2 കുട്ടികളെ കൊണ്ടുപോയി ബലിയാടാക്കിയത്. അതിന്റെ ഫലം എന്താണെന്നറിയോ? അലനും താഹയും ഇപ്പോഴും ആ പ്രതിസന്ധിയിൽ നിന്ന് ഇപ്പോഴും മാനസികമായി പോലും അവർ കയറാൻ പറ്റാത്ത സമ്മർദ്ദത്തിലാണ്. എന്തിനായിരുന്നു ഇത് ചെയ്തത്? ഒരു ഭാഗത്ത് പറയുകയാണ് ഈ 5 കുട്ടികളെ ബലിയാടാക്കി നശിപ്പിക്കാൻ തീരുമാനിച്ചത് മുഖ്യ കാരണക്കാരൻ എന്ന് പറയുന്ന മന്ത്രി പറയാണ് അത്തരം ഒരു വിഷയം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു വിഷയമുണ്ടല്ലോ. ഇനി ഇതേപോലെ ആര് പറയേണ്ടി വരുന്നറിയോ? സാക്ഷാൽ വിജയൻ പറയേണ്ടി വരും. യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികൾ ഇവൻ നടത്തിയേക്കുന്ന കുരിപ്പിന്റെ യാത്രയില്ലേ, ബസ്സിനകത്ത് നടത്തിക്കുന്ന യാത്ര, നാട്ടുകാരുടെ പൈസയെടുത്ത് നടത്തിയിരിക്കുന്ന യാത്ര, ആ യാത്രയിൽ അന്ന് ചെടിച്ചട്ടി കൊണ്ട് KSUവിന്റെ കുട്ടികളെ തലയടിച്ചു പൊട്ടിച്ചു. ആ തലയടിച്ച് പൊടിച്ചപ്പോ വിജയൻ പറഞ്ഞിരിക്കുന്ന മറുപടി പറഞ്ഞ സംഭവം ഉണ്ടത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയല്ലേ. ആ പോലീസുകാർ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടത്തിയതെന്ന്. ഈ പറഞ്ഞിരിക്കുന്ന സാധനം വിജയൻ ഇത് മാറ്റി പറയണ്ടേ? കേസ് പോലെ വരുന്ന UDF ഗവൺമെന്റ് എടുത്ത് അതിനെ ഫോർവേഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വിജയൻ കോടതിയിൽ പോയി പറയേണ്ടി വരും. ഇതുപോലെ വിജയൻ പറയേണ്ടി വരും. അന്ന് ഈ ഗോവിന്ദൻ എന്ത് മറുപടി പറയും? അന്ന് ഇപ്പൊ ഈ പറയുന്ന സ്വരാജ് എന്ന് മറുപടി പറയും. ഈ വസീഫ് എന്ന് പറഞ്ഞ വഷണൻ എന്ന് മറുപടി പറയും. ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വസ്തു കൊള്ളാതിരിക്കുന്ന AK രാജേഷ് എന്ന് മറുപടി പറയും. ഈ MP ജയരാജൻ എന്ന് പറയും. എന്തിന് ബ്രാഞ്ചിൽ പണിയെടുക്കുക വരുമ്പോൾ മാറ്റി പറയേണ്ടി വരും. അതായത് നുണ പറയാൻ മാത്രം ശീലിക്കുകയും നുണയെ ആഘോഷമാക്കി ഒരു പാർട്ടിയുടെ പൊതുപരിപാടിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന സാമൂഹികമായിരിക്കുന്ന ദുരന്തത്തിന്റെ സാക്ഷ്യപത്രമായിട്ടാണ് ഇപ്പോ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവ് മാത്രമാണല്ലോ വാസ്തവത്തിൽ ഈ പറയുന്ന വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി. അവരത് മാറ്റി പറഞ്ഞോടെ എന്തായിത്തീർന്നു? മാറ്റി പറഞ്ഞോടെ വിഷയം അവിടത്തേക്ക് തീരുകയല്ല ചെയ്തത്. വാസ്തവത്തിൽ പാർട്ടിക്കകത്ത് പുതിയ പ്രതിസന്ധികൾ രൂപം കൊള്ളുകയാണ്. ഇപ്പൊ ഇങ്ങനെ ഇത് വരാനും ഇവരെ മാനസികമായി പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം എന്തായിരിക്കും എന്നുള്ളതാണ് പിന്നീട് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ കടുത്ത വിശ്വാസിയാണെന്നാണ്. സ്വാഭാവികമായിട്ട് കുടുംബത്തിനകത്ത് ഒരു വലിയ വിഷയമായിട്ടുണ്ടാവും. നുണ ഇങ്ങനെ അവരെ കുംഭസാരക്കൂട്ടിൽ പോയി കുംഭസാരിക്കാൻ പറ്റുമോ? കുംഭസാരക്കൂട്ടിൽ പോയിട്ട് അച്ഛനടുത്ത് പോയിട്ട് കുംഭസാരിക്കാൻ പറ്റുമോ? ഇവർക്ക് പറ്റുമോ? പറ്റാത്തൊരവസ്ഥയിലേക്ക് മാത്രം ഉണ്ടാകുന്ന വേട്ടയാടൽ ഇവരെ വരും. ഇത് സ്വാഭാവികമായിട്ട് എന്ത് വരുന്നറിയോ? ഇത് കുടുംബ ബന്ധങ്ങൾക്കകത്ത് പോലും വലിയ കുടുംബത്തിൽ പോലും വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. പാർട്ടിക്കാർ വിജയന് ഈ മാതിരി 1000 നുണ പറഞ്ഞാൽ അയാൾക്ക് ഉളുപ്പില്ല. അതൊരു മര്യാദയും അയാൾക്കില്ല.
പക്ഷേ ഇയാൾ പോലും മാറ്റി പറയേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം. ഇയാൾ മാത്രമായിട്ട് മാറ്റി പറയാതെ നടക്കുന്ന ഒരാൾ ബാക്കി സർവേ ആൾ മാറ്റി പറയാൻ തുടങ്ങി. ഈ മാറ്റി പറയുന്ന അവസ്ഥ വരുമ്പോൾ കുടുംബ ബന്ധങ്ങൾ പോലും തകർക്കപ്പെടുമെന്നൊരു അവസ്ഥ ഉണ്ടായിത്തീരുമെന്ന് വന്നപ്പോൾ കൂടിയാണ് സത്യത്തിൽ ഈ വീണ ജോർജ് ഈ പറയുന്ന ഒരു വളരെ സത്യസന്ധമായി ഇത് പറയേണ്ടി വരുന്നത്. ഇതിനകത്ത് വേറൊരു ചിത്രം നിങ്ങൾ എടുത്ത് നോക്കിയാൽ ായിട്ടുള്ള ശ്രീമാൻ അതുൽ, MC അതുൽ, ഈ അതുലിന്റെ പേരിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസെന്താ? അതുലിന്റെ പേരിൽ കേസെടുത്തത് നമ്മളെ ശ്രീനിവാസന്റെ സിനിമക്കകത്ത് ശങ്കരാടിയുടെ പാർട്ടില്ലേ, ശങ്കരാടിയുടെ പാട്ട് പ്രകാരമുള്ള സംഭവത്തിലാണ് ആരെ കൊണ്ടിരിക്കും പ്രതിയാക്കിയത്, ഈ അതുലിനെ പ്രതിയാക്കിയത്. അപ്പൊ നോക്കുക, നിങ്ങളെന്താ പറഞ്ഞാല് ഒരാളെ നശിപ്പിക്കാൻ വിജയൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്തുടർന്ന് നശിപ്പിക്കുക. ഈ പിന്തുടർന്ന് നശിപ്പിക്കുന്ന നാശോന്മുഖമായ ചിന്തയുടെ കുരിപ്പ് വാരി വിതരണം ചെയ്തൊരു പരിപാടി, ഈ വാരി വിതരണം ചെയ്ത പരിപാടി നേരെ തിരിച്ചടിക്കുന്ന ദിവസവും കൂടിയാണ് May 4th. ഈ May 4th എന്ന് പറയുന്ന സംഭവത്തിന് വേറൊരു പ്രത്യേകത കൂടി, അതുകൂടിയാണ് ഞാൻ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയമാകുന്നത്. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയപ്പോ ഇദ്ദേഹത്തിന്റെ അറിവും സമ്മതത്തോടു കൂടി നടക്കുന്ന കൊലപാതകം നടത്തിയപ്പോ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന സംഭവം എന്താ പറഞ്ഞത്? ഏതോ കൊട്ടേഷൻ സംഘം കൊന്നതാണ് അല്ലേ? കൊട്ടേഷൻ സംഘം കൊല്ലാക്കുന്ന ഇതുപോലെയാണ് നുണ പറഞ്ഞ് 1000 തവണ നിങ്ങൾ നുണ പറഞ്ഞാലും സത്യം എന്ത് പറയുമോ? സത്യം അതിന്റെ വടിയിലൂടെ അരിച്ചിറങ്ങി തെളിച്ചു വരുന്നത്. ഈ അരിച്ചിറങ്ങി തെളിച്ചു വരുമ്പോൾ ഈ പറയുന്ന വിജയന് വേണ്ടി അടിമയെ പോലെ പണിയെടുത്തിരിക്കുന്ന ഒരു പോലീസുകാരുണ്ട്. അടിമയെ പോലെ പണിയെടുത്തിരിക്കുന്ന ഒരു പോലീസുകാരനില്ലേ, ഒരു ചിത്രം എല്ലാവരും കണ്ടുമുമ്പിൽ ഉണ്ടാവുമല്ലോ. ഇവനൊക്കെ ഈ വിദ്വാനൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നാളെ സർക്കാർ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ആര് പ്രൊട്ടക്ഷൻ കൊടുക്കുമോ? ആര് പ്രൊട്ടക്ഷൻ കൊടുക്കും? ഇവരാരെങ്കിലും തീരുമാനിക്കുമല്ലോ എന്നുള്ള വേറെ വിഷയം. അതല്ല വിഷയം, തീരുമാനിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ അറിയുന്ന വിഷയം, അധികാരം എന്ന് പറയുന്ന സംഭവം എല്ലാ കാലവും നിങ്ങളുടെ കൂടെ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഈ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വെളിവ് വരിക. ഈ വെളിവിന്റെ വേറൊരു വെർഷൻ എന്താണെന്ന് പറയുന്നത്, ലോകത്തിൽ ഏറ്റവും ഗുണ പ്രചരിപ്പിക്കുന്നത് ആരാണ്? 2 കക്ഷികളാണ്. അതൊന്ന് ഫാസിസ്റ്റുകളാണ്, മറ്റൊന്ന് സാമ്രാജ്യ ശക്തികളാണ്. ഫാസിസ്റ്റുകളും സാമ്രാജ്യ ശക്തികളും ഇത് രണ്ടും ആ അർത്ഥത്തിൽ ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ് ശരിക്കും. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, സാമ്രാജ്യ ശക്തികളാണ് ഏറ്റവും കൂടുതൽ നുണ പ്രചരിപ്പിച്ചു വന്നപ്പോ ഈ സാമ്രാജ്യ ശക്തികളുടെ നുണക്കെതിരെ സത്യസന്ധതയോടുകൂടി സമരം ചെയ്തിരിക്കുന്ന ഒരാളാണ് മഹാത്മാഗാന്ധി. അത് ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തീഡ് തൊട്ട് ഇന്ത്യയിൽ നടന്നിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഗാന്ധി സത്യസന്ധമായാണ് ഗാന്ധി സമരം ചെയ്ത് അവസാനം ജയിച്ചത് ആരാണ്? ഇതാണ് ചോദ്യം. ജയിച്ചത് സാമ്രാജ്യത്തിന്റെ ഒരു ദംഷ്ടകളും ഒരു അധികാരങ്ങളുമല്ല. അത്തരത്തിൽ നയിക്കുന്ന ഒരു അധികാരത്തിന്റെയും ഒരു ആയുധത്തിന്റെയും ബലമൊന്നുമില്ലാതെ മനുഷ്യന്റെ സംഘശക്തിയെ സ്വാഭാവികമായി ചേരുന്ന പ്രതിരോധ ശക്തിയെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടും കൂടിയാണ് ആര് ഇറങ്ങിപ്പോണ്ടി വന്നത്? ബ്രിട്ടീഷുകാരന് ഇറങ്ങിപ്പോണ്ടി വന്നത്. ജയിച്ചത് ആരാണ്? സാമ്രാജ്യത്വമല്ല. തോറ്റത് സാമ്രാജ്യത്വമാണ്, അതോടൊപ്പം തന്നെ നുണയുമാണ്. തോറ്റത് സാമ്രാജ്യത്വവും അതോടൊപ്പം തന്നെ നുണയുമാണ്. ഇത് സംഘപരിവാറിനും ബാധകമാണ്. നുണയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ആയുധം. ഇനി നിങ്ങൾ വേറൊരു രീതിയിലേക്ക് ഈ സംഭവത്തെ തിരിച്ചറിഞ്ഞത്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു 1.5 മാസം മുൻപാണ് പിണറായി ബീഡി തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ഓഫീസ് റൂമിൽ അടുക്കള എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സംഘത്തിന്റെ ദിനേശ് ബീഡിയുടെ ഭാഗമായി തന്നെ തൊഴിലാളി ആൾക്കാർ കുറിച്ച് കഴിയുന്നതാണ് ഈ ഹോട്ടൽ. അതിന്റെ മുൻപിൽ കിടക്കുന്ന ആ ഓഫീസ് റൂമിൽ ഏതാണ്ട് കുറെ തൊഴിലാളികൾ, സ്ത്രീകളായിരിക്കുന്ന ബീഡി തൊഴിലാളികൾ സമരം ചെയ്തു. ആ സമരം ചെയ്ത തൊഴിലാളികൾ എപ്പാന്ന് പറയുന്നത് 2001 ദിനേശ് ബീഡിയിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന തൊഴിലാളികളാണ്. 2001 ദിനേശ് ബീഡിയിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന തൊഴിലാളികൾ 2021 പിരിഞ്ഞിട്ട് 2026 ആയിട്ടും ഈ ബീഡി തൊഴിലാളികൾക്ക് PF കൊടുത്തിട്ടില്ല, ത്രിഫ്റ്റ് കൊടുത്തിട്ടില്ല, ഒരാനുകൂല്യം അവർക്ക് കൊടുത്തിട്ടില്ല. ചോദിക്കാനും പറയാനും ഒരാളുമില്ല. 10 കൊല്ലം കൊണ്ട് ഈ കേരളത്തെ സമ്പന്നതയുടെ പരകോടിയിലെത്തിച്ചുവെന്നും അതിദാരിദ്ര്യം ഇല്ലാതാക്കിയെന്നും ഒരു ലജ്ജയുമില്ലാതെ ഈ കേരളം മുഴുവൻ തന്നെ പരസ്യമായി തീവണ്ടിയുടെ പുറത്ത് മുഴുവൻ തന്നെ ഒരുപാട് പരസ്യങ്ങളിൽ കോടിക്കണക്കിന് ചെലവ് ഇടിച്ചു തള്ളിയപ്പോൾ പോലും ഈ പാവം വീടുത്തൊഴിലാളികളോട് ഞാൻ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും അവർക്ക് പണം കൊടുത്തിട്ടില്ല. ഈ വിജയൻ നേതാവായത് എങ്ങനെയാണ്? വിജയൻ നേതാവായത് ഗണേഷ് ബീഡി തകർന്നപ്പോ കൊണ്ടുവരേണ്ടിയിരിക്കുന്ന ദിനേശ് ബീഡി എന്ന് പറയുന്ന ഒരു ബീഡി സഹകരണ സംഘം സ്ഥാപിക്കേണ്ടതിന്റെ ഭാഗമായി തലശ്ശേരിയിൽ ഇവൻ ചാർജ് കൊടുത്തതിന്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. അതിന്റെ ഫലവും കൂടിയായിരുന്നു ഇവിടെ തലശ്ശേരിയിൽ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം. അങ്ങനെയാണ് ഇവൻ രാഷ്ട്രീയത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് കടന്നു വരുന്നത്. ആ ഒരു കൊലപാതകം നടത്തിന് അതിന്റെ കാരണമായി വന്നിരിക്കുന്ന ഒരു ഘടകം ഈ ദിനേശ് ബീഡിയുടെ രൂപീകരണമാണ്.
ദിനേശ് ബീഡി പ്രതിസന്ധിയിൽപ്പെട്ട് അത് ഏതാണ്ട് പ്രതിസന്ധിയിൽപ്പെട്ട് തകരുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ മറികടക്കുന്നതിന് പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തുകാരനായിരിക്കുന്ന ഇതിന്റെ GK പണിക്കർ IAS ദിനേശ് ബീഡിയുടെ ചെയർമാൻ. അദ്ദേഹം അദ്ദേഹം വെച്ചിരിക്കുന്ന ഒരു പ്രപ്പോസൽ എന്താണെന്ന് അദ്ദേഹം പിരിഞ്ഞു പോകുന്ന തൊഴിലാളിക്ക് ഇതിന് പൂർണ്ണമായിരിക്കുന്ന പണം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്കത് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പശുവിനെ നമുക്ക് നൽകണം, നല്ല കറവയുള്ള ഒരു പശുവിനെ. പശുവിന് എന്ത് ചെയ്യണം? പശുവിന്റെ പാല് ഈ തൊഴിലാളി കറന്നിട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ അത് ബീഡി കമ്പനിയിൽ തന്നെ, താൻ എവിടെയാണോ ഏത് കമ്പനിയിലാണോ ജോലി ചെയ്ത് ആ ജോലി ചെയ്തിരിക്കുന്ന കമ്പനിയിൽ തന്നെ അവിടെ കൊടുക്കണം. അവിടെ നിന്ന് പിന്നെ ക്ഷീര ഉത്പാദന സഹകരണ സംഘത്തിന്റെ ഉത്തരവാദിത്തത്തിൽ അവർ വന്നിട്ട് ഈ സാധനം കൊണ്ടുപോയിക്കോളും. അതുവഴി എന്ത് ചെയ്യണമെന്നല്ലേ, ഗ്രാമീണ മേഖലയിൽ ചെറിയ തോതിലുണ്ടായിരിക്കുന്ന കൃഷിയും പച്ചപ്പും ഉണ്ടാക്കണമെന്ന് പറയുന്ന ദീർഘവീക്ഷണത്തോടെ ആവിഷ്കരിച്ചൊരു പദ്ധതിയായിരുന്നു വാസ്തവത്തിൽ ഈ GK പണിക്കർ IASന്റെ പദ്ധതി. ആ പദ്ധതി പൊളിച്ചതാരാ? ആ പദ്ധതി പൊളിച്ചതും ഈ വിജയനാണ്. വിജയൻ, ഞാൻ ആധികാരികമായിട്ടാണ് പറയുന്നത്, വിജയനാണത് പൊളിച്ചത്. അത് പൊളിച്ചിട്ടാണ് എന്ത് ചെയ്തതെന്ന് അറിയുന്നത്? ആദ്യമായി ഈ കണ്ണൂർ ജില്ലയിൽ കൺസ്യൂമർ സ്റ്റോർ എന്ന് പറയുന്ന സാധനം വരുന്നത്. കൺസ്യൂമർ സ്റ്റോർ എന്ന് പറയുന്ന സാധനം എന്താണ്? ഏതെല്ലാമോ കമ്പനികൾ, ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ, കോസ്മെറ്റിക് ഐറ്റംസ് കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കൺസ്യൂമർ സ്റ്റോർ എന്ന് പറയുന്നത്. അങ്ങനെ കൺസ്യൂമർ സ്റ്റോർ തുടങ്ങിയത് എവിടെയാണെന്നറിയോ? ഇവൻ ഇപ്പൊ മത്സരിക്കുന്ന ധർമ്മടം നിയോജക മണ്ഡലത്തിലെ ചെറുക്കൊനിയിലാണ് ആദ്യമായിട്ട് ഈ കൺസ്യൂമർ സ്റ്റോർ തുടങ്ങിയത്. 6 മാസം പ്രവർത്തിച്ചില്ല, പൂട്ടിപ്പോയി. വമ്പിച്ചതുണ്ടാക്കുന്ന അഴിമതി ആരോപണവും ധനനഷ്ടവും വന്നു. അതിന്റെ അന്നത്തെ ചാർജ് കൊടുത്തിരിക്കുന്ന ഒരാളുണ്ട്. ഇപ്പൊ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ അത് പുറത്തുപോയി, പിന്നെ എല്ലാ കമ്മിറ്റി അതുപോലെ CHUവിന്റെ എന്തോ ഒരു സാധനം കൊണ്ട് ഇപ്പൊ അയാൾ നടക്കുന്നുണ്ട്. അയാൾ അത് പൊളിഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ട് പിന്നെ തുടങ്ങിയത് എവിടെയാന്ന് പറയുന്നത്? പിണറായിലാണ് തുടങ്ങിയത്. പിണറായി ഓലമ്പലത്ത് പിന്നെ അതായത് AKG സ്മാരക സ്കൂളിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വരുന്ന ഒരു കെട്ടിടത്തിനകത്താണ് കൺസ്യൂമർ സ്റ്റോർ തുടങ്ങിയത്. അതും പൊളിഞ്ഞു. ഈ 2021 കാലഘട്ടത്തിൽ, അല്ല 2016-21 കാലഘട്ടത്തിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറെ മാറ്റി ഒന്നിനും കൊള്ളാത്ത ഈ വീണ ജോർജിനെ കൊണ്ട് ആരോഗ്യമന്ത്രിയാക്കിയതിന്റെ പിന്നിൽ രഹസ്യം എന്താണ്? ഒന്നുമല്ല, ആ സംഭവത്തിന് എന്താണ് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാനുള്ള ഒരു സ്ട്രൈക്കറാക്കി ഇവരെ മാറ്റണം. അതൊന്ന്. രണ്ടാമതെന്ന് പറഞ്ഞാൽ അന്ന് ഈ പറയുന്ന പിന്നെ ഇവരെ ശൈലജ ടീച്ചറെ ആരോഗ്യവകുപ്പ് മന്ത്രിയാക്കിയോട് കൂടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ പറയാ പിന്നെ വിവരങ്ങൾ ചോരുന്നത്, നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ. അപ്പൊ അതിനനുസൃതമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ മരുന്നിന്റെ മാർക്കറ്റ് മുഴുവൻ തന്നെ ഇവർ ഏതാണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് വളരെ കുപ്രസിദ്ധമായ സ്പ്രിംഗർ അഴിമതി എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പൊ ഈ തരത്തിലുണ്ടായിരിക്കും സാധനം കൊണ്ടുവന്നാൽ പിന്നെ അതിന്റെ വില കുറെ കൂടി ആഴത്തിൽ ഈ സംഭവത്തെ കടക്കണമെങ്കിൽ എന്ത് വേണം? അതിനകത്ത് വന്നിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാല് പിന്നെ ഈ കോവിഡിന്റെ ഒരു വിഷയം വരുന്നുണ്ടല്ലോ ഇതിനകത്ത്. അതെ. അപ്പൊ അതോടുകൂടി എന്താ പറയുക, ശൈലജ ടീച്ചർക്ക് ഒരു വ്യാജ നിർമ്മിതിയിലൂടെ മൂപ്പർ ഗംഭീരമാണ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട് ഇതിനകത്ത്. അത് തന്റെ വ്യക്തിത്വത്തിന്, തന്റെ പ്രഭാവലയത്തിന് മങ്ങലേൽപ്പിക്കുമോ എന്നുള്ള സംശയം കൂടി ഉണ്ടായപ്പോ അവർ സാക്ക് ചെയ്തു. അവർ സാക്ക് ചെയ്തപ്പോ പിന്നെ കിട്ടേണ്ടിരിക്കുന്ന സ്ട്രൈക്കർ ആരാണ്? ആ സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്തോ ഭയങ്കരനാണ്, കാരണഭൂതനാണ്, കപ്പിത്താണെന്നൊക്കെ പറഞ്ഞ് ഭ്രമിച്ചു പോയിരിക്കുന്ന ഒരു എന്താ പറയാ ദീർഘവീക്ഷണമോ അല്ലെങ്കിൽ വിവേചന ബുദ്ധിയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുണ്ടായിരിക്കുന്ന ക്വാളിറ്റി പൂർണ്ണാർത്ഥത്തിൽ ഇല്ല എന്ന് ഇയാൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരാളെ എനിക്ക് സമ്പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് തോന്നിയിരിക്കുന്ന ഒരാളെ കൊണ്ടുപോയി ഇരുത്തണം. അങ്ങനെ കൊണ്ട് ഇരുത്തുകയാണ് ഇവര്. അതിന്റെ ഫലം എന്താണ്? ഈ ആരോഗ്യ മേഖല ചൂട് മുടിഞ്ഞു എന്നുള്ളതാണ്. ആരോഗ്യ മേഖല ചൂട് പൊടിഞ്ഞു. അത് നമ്മളെ മലബാർ ഭാഷയിൽ പറഞ്ഞ അക്കമില്ലാത്ത പത്തായം അഴിച്ചാലില്ലാത്തൊരവസ്ഥയുണ്ട്. അക്കമില്ലാത്ത പത്തായം ഉളികൊണ്ട് സാധാരണ നിലയിൽ എന്തോ പറഞ്ഞത് അറിയായിരിക്കുമല്ലോ. അത് ഉളികൊണ്ട് തന്നെ അതിന്റെ മുകളിൽ പിന്നെ റോമൻ നമ്പറിനകത്ത് ഈ പിന്നെ നമ്പർ എഴുതി വെക്കും. അതിന്റെ ഓരോ ഷട്ടറിനും അതിൽ ഏതെങ്കിലും ഈ സാധനം ഇല്ല, ഷട്ടറിന് സാധനം ഇല്ല എങ്കിൽ അത് അഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ല. ഒരിക്കലും കൂടി അത്ര പ്രഗത്ഭനായ ആചാര്യന്മാർ പോലും കൂട്ടിയോജിപ്പിക്കാൻ അതുപോലെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് വാസ്തവത്തിൽ ആരോഗ്യ മേഖലയെ നശിപ്പിച്ചത്. അതിന്റെ ദുരന്തമാണ് നമ്മളിപ്പോ ഇത് ഓരോ തവണ അവസാന മെഡിസിപ്പ് പോലെ ഉണ്ടായ സംഭവത്തിലാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് എല്ലാം നടന്ന് സമ്പൂർണ്ണമായിരിക്കുന്ന അഴിമതിയാണ്. അതിന് ഏറ്റവും ഭീകരമായ ചിത്രമായിരുന്നു വാസ്തവത്തിൽ ആശാവർക്കർമാരുടെ സമരത്തിന്റെ വിഷയം വന്നത്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വരുമ്പോ ഈ പറയുന്ന വീണ ജോർജിന് കുമ്പസാര പോയി പിന്നെ കുമ്പസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ ഫലമായി കൂടിയായിരിക്കാം ഞാൻ സത്യസന്ധമായി അല്ലെ ഈ പറയുന്ന കുട്ടികൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ഇയാൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അതിന് പകരം ഇയാൾ ചെയ്ത പണി എന്തെന്നാ? ഇയാൾ ചെയ്തത് ഇയാളുടെ മകനെ ഇവിടത്തേക്ക് പറഞ്ഞയച്ചു. ഇയാൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചു. മകനെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണ്? അവിടെ പോയിട്ട് ഏത് കല്ലിനെ കൂടെ തോന്നിട്ടാണ് ഇയാൾ പാവാവശ്യം കിട്ടാൻ പോകുന്നത്?
അത് ഇയാളിപ്പോ എന്ന് പറഞ്ഞാൽ ഏതാളെ നിങ്ങൾ എടുത്തു നോക്കോ, ഇയാളുമായി ബന്ധമില്ലാത്ത ആളുകളെ മുഴുവൻ തന്നെ ഇയാൾ ശിലയാക്കി മാറ്റുകയാണ് ചെയ്യുക. അതില്ല, ശിലയാക്കി മാറ്റുകയാണ് ചെയ്യുക. ഈ ശാപമോക്ഷം കിട്ടുന്നത് എങ്ങനെയാണ്? ഇയാളുടെ പാദസ്പർശം കിട്ടിയാൽ ആള് രക്ഷപ്പെട്ടു. ഈ പാദസ്പർശം കിട്ടാതെ പോയിരിക്കുന്ന ആളാണ് വാസ്തവത്തിലാര് ഈ പറയുന്ന ശൈല ടീച്ചർ. പാദസ്പർശം ഏറ്റിരിക്കുന്ന ആളാണ് പിന്നെ സാക്ഷാൽ വീണാ വിജയൻ. പാദസ്പർശം അങ്ങനെ ഏറ്റത് കൊണ്ട് മാത്രമാണ് പിന്നെ ആലപ്പുഴയിൽ നിന്നുള്ള പിന്നെ സജാദിനെ എത്തണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാദസ്പർശം ഏൽക്കണമെന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. അത്തരം അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പിന്നെ ഈ വീണാ ജോർജ് എന്ന് പറയുന്ന ഇവരെന്ത് ചെയ്ത്, ഞാൻ ഈ പാളയത്തിൽ ഇല്ല എന്ന രീതിയിൽ സത്യസന്ധമായി ഒരു കാര്യം പറഞ്ഞ് പബ്ലിക്കിന്റെ മുമ്പിൽ അയാൾ സ്വയം കുറ്റമേറ്റു. അപ്പൊ ഈ കുറ്റമേൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ സ്വയം പറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പറഞ്ഞിരിക്കണം. വിജയനോട് പറഞ്ഞ സംഭവമാണിത്. സത്യസന്ധമായി ഇത് പറഞ്ഞില്ല എങ്കിൽ ജനം പറയിപ്പിക്കും. ഇതാ ഈ മെയ് 4 തീയതി വിജയനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന ചിത്രത്തിന്റെ മുന്നോടിയായി വന്നിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു തുറന്നു പറച്ചിലാണ് സത്യത്തിൽ പിന്നെ ആറന്മുളയിൽ ദയനീയമായി പരാജയപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. പിന്നെ ആണെന്ന തിരിച്ചറിവിന്റെയും ബലത്തിലും കൂടിയായിരിക്കണം മിക്കവാറും ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ സംഭവമാണേ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു.